ശരീരം മരപ്പുള്ളവർ അല്ലെങ്കിൽ മരവിപ്പുള്ളവർ കർത്താവരെ സ്പർശിക്കുന്ന സമയമാണ്. ശരീരം ഇങ്ങനെ വ്യത്യസ്തമായ ചില ഭാഗങ്ങൾ കടുത്ത കളറിലേക്ക് മാറുന്നു, അതുപോലെ തന്നെ അത് ബലമായിരിക്കുന്നു. അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സ്വാഭാവികമായ സൗഷ്ഠവം നഷ്ടപ്പെട്ട് അത് ബലമായി മാറുന്നു. ആ ഭാഗങ്ങളെ ഈശോ സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. ഇപ്പോൾ കർത്താവ് കണ്ണുകളെ കാണിക്കുന്നുണ്ട്. വലത് കണ്ണിനെയാണ് ഈശോ കാണിക്കണത്. വലത് കണ്ണിൽ കുരുക്കളുള്ളവർ, കളർ വ്യത്യാസമുള്ളവർ, കാഴ്ചക്കുറവുള്ളവർ, കാഴ്ച മങ്ങുന്നവർ, കാഴ്ച പിടിക്കാത്തവർ കണ്ണിൽ തൊട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇപ്പം കണ്ണിൽ തൊട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ചെവി വേദനയുള്ളവർ ചെവി തൊടാം. ഇപ്പം ചെവിയുടെ താഴെ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ മുഴ പോലെ കാണുന്ന വ്യക്തികളെ കർത്താവ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൊണ്ടയിൽ വേദനയുള്ളവർ, ടോൺസൈറ്റുകാർ, തൈറോയിഡുകാർ, പിൻകഴുത്ത് സ്പോണ്ടിലോസിസ് അസുഖമുള്ളവരെ എല്ലാവരും തൊട്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് ശ്വാസകോശ രോഗികളെ ശ്വാസകോശത്തെ തൊട്ട് പ്രാർത്ഥിക്കട്ടെ. ഹൃദയ രോഗികളെ ഹൃദയത്തെ തൊട്ട് പ്രാർത്ഥിക്കട്ടെ. കരൾ രോഗികളും പങ്ക്രിയാസ് രോഗികളും നെഞ്ചിൻ്റെ കീഴെ വിശുദ്ധമായ കർത്താവിൻ്റെ കുരിശ് ചുമന്നുകൊണ്ട് കുറച്ച് ചാർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ. നടുവേദനക്കാരും നടുവിൽ കൈവച്ചവന്, കിഡ്നി വേദനക്കാർ നടുവിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കണ്ട വചനങ്ങളെല്ലാം നൽകിക്കൊണ്ട് ഞങ്ങൾ ആശ്വസിപ്പിച്ച് നന്ദി പറയുന്നു. കണ്ണുനീരോടെയാണ് അവർ വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞേക്കുമെന്നുള്ളത് അങ്ങയുടെ വാക്കാണെങ്കിൽ, മാറ്റമില്ലാത്ത വാക്കാണെങ്കിൽ ആ മാറ്റമില്ലാത്ത യേശുവിന്റെ വാക്കിനെ കൽപ്പിക്കുന്നു. മാരക രോഗങ്ങള്, തീരാവേദികള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നീ വന്ന് ശാന്തി ആരാധന, ആരാധന. ഹല്ലേലൂയ. നീ വന്നു ശാന്തി, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളെ വാസമാക്കൂ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ. സ്വരത്തിൽ പ്രാർത്ഥിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ബാൾഡായിട്ടുള്ള ഹെഡായിട്ട് മുഴുവനും മുടി കൊഴിഞ്ഞു പോയ ഒരു സ്ത്രീ സഹോദരി വന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം നിങ്ങൾക്ക് അത് നിസ്സാരമല്ലെന്ന് എനിക്ക് മനസ്സിലായി. മുടി കൊഴിഞ്ഞു പോകുന്നവർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. മുടി കൊഴിഞ്ഞു പോകുന്നവർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് ക്യാൻസർ രോഗികളെ സുഖപ്പെടുത്തുന്നത് നമ്മൾ സാക്ഷ്യത്തെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പറേഷത്തിൻ്റെ സ്റ്റിച്ചിങ് മെസ്സേജിലുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഈ സ്റ്റിച്ചിന് ചുവപ്പ് പാടുകൾ വരാൻ തുടങ്ങിയിരിക്കുന്നു. സ്റ്റിച്ചിന് വേദനയും കടിയും ചൊറിച്ചിലും ഉണ്ട്. അത് ആ വ്യക്തികൾ ആ സ്റ്റിച്ചിലിപ്പോൾ കൈവെട്ടിട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവ് അതിൻ്റെ ഇൻഫെക്ഷൻ മാറ്റി എന്നെ സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക. നാക്കിൽ കുരിശിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്തോ കാര്യത്തിന് വേണ്ടി നീ നാക്ക് കുരിശിട്ട്, ചിലപ്പോൾ നാക്കിന് വല്ല മുഴകളോ അല്ലെങ്കിൽ നിന്നെ പേടിപ്പെടുത്തണ വല്ല രോഗങ്ങളോ വരുന്നു എന്ന് കണ്ടിട്ട് അങ്ങനെ ചെയ്തതാകാം. ശരീരത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് കുരിശിട്ടിട്ട് ഈ ആഴ്ചയിലായി ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥന വ്യക്തികളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. 6 വ്യക്തികൾ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരും, അതായത് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ, അതായത് എന്താ എനിക്കത് മനസ്സിലാകണില്ല. അതായത് ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ വായിൽ വെച്ചുകൊണ്ടേ ഇരിക്കണം, ഇറങ്ങണില്ല, ഇറക്കാൻ പേടിയോ അത് കഴിക്കാൻ പറ്റാത്തതോ എന്തോ ആണ്. ഇങ്ങനെ കുറേ നിഷിദ്ധ ഭക്ഷണങ്ങൾ. ഉടമ്പടിയിലൂടെ ഈ ലൗകിക മനുഷ്യനാണ് അങ്ങനെ വളർച്ച മുറ്റി പോണത്. റോമ 8:9 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ. റോമ 8:9 ദൈവത്തിന്റെ ആത്മാവ്
യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. അപ്പൊ ദൈവം രണ്ടായിട്ടാണ് ആൾക്കാരെ തിരിക്കേണ്ടത്. എന്താണ് ജഡികരും ആത്മീയരും? ജഡികരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡികമായ കാര്യം നമ്മൾ ജഡികം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതികമായ നേട്ടത്തിന് വേണ്ടി മാത്രം വീട്, ജോലി, വിവാഹം, വെള്ളം, അതുപോലെ പ്രൊമോഷൻ, ഇങ്ങനെയുള്ള ജഡിക കാര്യങ്ങൾക്ക് മാത്രമേ അവൻ വാപിളിക്കത്തുള്ളൂ ദൈവത്തിൻ്റെ സന്നിധിയിൽ. ആഹാരത്തിന് വാപിളിക്കണ പോലെ തന്നെയാണ് അവൻ ദൈവത്തിന് പ്രാർത്ഥിക്കാൻ വാപിളിക്കണത്. എന്തിനു വേണ്ടിയായിരിക്കും? ജഡിക കാര്യത്തിന് വേണ്ടിയായിരിക്കും. അത് കുറേ നാളായി കഴിഞ്ഞാൽ നിങ്ങൾ ബ്രാൻഡഡ് ആയി പോവും, ജഡികനായി പോവും. എന്ന് വെച്ചാൽ ഇന്ന് വരെ ഇപ്പോൾ ഈ ജെയ്മി പറഞ്ഞെന്താണെന്നറിയാവോ? ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഇറങ്ങണേ എന്തിനാണെന്നറിയാവോ? ഞാൻ എൻ്റെ മകനെയും കൊണ്ടാണ് ഇറങ്ങണത്. അമ്മയും മകനും കൂടി എല്ലായിടത്തും പ്രേക്ഷിത പ്രവർത്തനത്തിന് പോണത്. ഇവർക്ക് അത്യാവശ്യം ശമ്പളമുള്ള നല്ല ജോലിയുള്ള പാർട്ടിയാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ മകൻ സുഖപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്ത് അവരുടെ മനസ്സിൽ കർത്താവ് ഒരു ആഗ്രഹം കൊടുത്തു. എന്താഗ്രഹം കൊടുത്തു വെച്ചാൽ ഇവർക്ക് ഇപ്പോൾ 12 മണിക്കൂർ ജോലിയാണ്. 12 മണിക്കൂർ ജോലിയാണ്. ബാംഗ്ലൂരാണ് അവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 12 മണിക്കൂർ ജോലി കൊണ്ട് ഇവർ വശം കേട്ടിരിക്കുകയാണ്. കാര്യം അവിടെ ആ സീറ്റിൽ ആ വർക്ക് ചെയ്യണ വേറെ ആരും ഇല്ലാത്ത കാരണം കമ്പനി ഇവരെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കണ കാരണം ഇവർക്ക് വർക്ക് കൂടുതലാണ്. വർക്ക് ലോഡാണെങ്കിലും അത് കണ്ട് ഇവരുടെ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിന് സമയമില്ല. അതാണ് സംഭവം. വർക്ക് ലോഡാകണമെന്ന് പറയുമ്പോൾ നമ്മളവർക്കും ഇത്തിരി ലീവ് കിട്ടിയെങ്കിൽ ഉറങ്ങാമായിരുന്നില്ല എന്നൊക്കെ പറയത്തില്ലേ? അങ്ങനെയല്ല ഇവർ പറയണത്. ഇവർ പറയണത് പ്രേക്ഷിത പ്രവർത്തനത്തിന് സമയം കിട്ടണില്ല എന്ന് പറയും. കർത്താവ്, എനിക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിന് സമയം കിട്ടില്ല. കാര്യം ഇവർ ഇവിടെ വരുമ്പോൾ ഈ ഓട്ടിസം ബാധിച്ച മകനുമായിട്ട് ഇവിടെ വരുമ്പോൾ ഇവർക്ക് ഈ ഉടമ്പടിയെക്കുറിച്ച് അറിയത്തില്ല. പക്ഷെ ഉടമ്പടിയെക്കുറിച്ച് കേട്ടപ്പോൾ അവർ പറഞ്ഞ അവരുടെ ഫസ്റ്റ് റെസ്പോൺസ് ഇത് ഭയങ്കര ലോജിക്കായിരിക്കണമല്ലോ എന്നാണ് പറഞ്ഞത്. എന്താ കാര്യം? പ്രാർത്ഥനയല്ലല്ലോ വിഷയം. ഇവിടെ എന്താണ്? പ്രവർത്തനങ്ങളാണ് വിഷയം. പ്രാർത്ഥനയല്ല ഇവിടെ മോഡായിട്ട് ഉപയോഗിക്കുന്നത്. എന്താണ്? പ്രവർത്തനങ്ങളാണ്. അപ്പോൾ പ്രവർത്തനങ്ങൾക്ക് ഇവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. കാര്യം അത് നമുക്ക് കോൺക്രീറ്റായിട്ട് ദൈവത്തിൻ്റെ നമ്മളെ എപ്പോഴും പെട്ടെന്ന് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദൈവത്തിന് നമ്മളെ ക്യാച്ച് ചെയ്യാൻ പറ്റും. എന്താണ്? നമ്മൾ നമ്മുടെ ജീവിതം തന്നെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മളെ വിശ്വാസത്തെ നീതീകരിക്കുന്ന കാരണം ഭയങ്കര സ്പീഡാണ്. അപ്പോൾ ഇവർ സ്പീഡാണെന്ന് പറയുമ്പോൾ നിങ്ങൾ സ്പീഡായാൽ മാത്രമേ സ്പീഡാകത്തുള്ളൂ. ചില ആൾക്കാർ ഇപ്പം ഇവരുടെ രീതി ഇവർ പറയണത്, ഞാൻ ആ പത്രം കിട്ടുമ്പോൾ തന്നെ പത്രം അരച്ച് കലക്കി ആദ്യം ഒന്ന് പഠിക്കും. കണ്ടാ നോക്കി, അങ്ങനെയാണ് ആൾക്കാർ ജീവിക്കണത്. പത്രം കിട്ടുമ്പോൾ തന്നെ പത്രം ഞാൻ കുത്തിയിരുന്ന് വായിക്കും. ഇത് ന്യൂ ഉള്ള അപ്ഡേഷൻസ് എല്ലാം നോക്കുമെന്ന്. സാക്ഷ്യത്തിൻ്റെ പുതിയ തലങ്ങളില്ലേ അതെല്ലാം നോക്കും. എന്തിനാണ് അവരെ നോക്കണത്? ഈ മകനെയും കൊണ്ടുപോയിട്ട് ടൗണിൽ പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും ബാംഗ്ലൂർ സിറ്റിയിൽ ഇതുപോലെയുള്ള ഗ്രൂപ്പുകളിലേക്ക് പോകും, അല്ലെങ്കിൽ കവലയിൽ പോയിട്ട് ഇവർ ജനങ്ങളോട് സംസാരിക്കും പത്രം വെച്ച്. അത് അവർ കൊണ്ടുപോകുന്ന പത്രം എന്താണ്? ഇംഗ്ലീഷ് പത്രം, കന്നഡ പത്രം. കന്നഡ അവർക്ക് അധികം പിടിയില്ല. പക്ഷേ എനിക്ക് കന്നഡക്കാരെ കിട്ടുമ്പോൾ ഞാൻ അറിയാവുന്ന കന്നഡ ഭാഷയിലും പിന്നെ ഹിന്ദിയിലും ഇംഗ്ലീഷും ഒക്കെ അവരോട് സംസാരിക്കും. അവരുടെ റിസപ്റ്റിവിറ്റി കാണുമ്പോഴേക്കും മനസ്സിലാകും എനിക്ക് ഭാഷ അത്ര നിശ്ചയമില്ലെങ്കിൽ ഞാൻ പറയണ കാര്യം അമ്മ അവർക്ക് തർജ്ജമ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് അവർ സന്തോഷത്തോടെ കന്നഡക്കാർ ചോദിക്കുകയെ, നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചാണോ സൂക്ഷിച്ചാണോ കേരളത്തിലൊക്കെ ജീവിക്കണതെന്ന്. കാര്യം അങ്ങനെയാണ് അവരുടെ റെസ്പോൺസ്. അതാണ് കന്നഡക്കാർ ഇവരുടെ പ്രേക്ഷിത പ്രവർത്തനം കാണുമ്പോഴേ. അപ്പോഴേ ഇവർ ചോദിക്കും ഈ മകനെ കൊണ്ട് പോണ കാര്യം എന്താ ചോദിച്ചാൽ, മകനെ കാണിച്ചിട്ട് ഇവർ സാക്ഷ്യം പറയുകയാണ്. ഈ മകനെ കാണിച്ചിട്ടാണ് ഇവർ സാക്ഷ്യം പറയണത്. അത് പ്രൂഫായിട്ട് അവർ കൊണ്ടു നടക്കുന്ന അതായത് അവർക്ക് ദൈവം തന്ന അനുഗ്രഹത്തെ ജനങ്ങളുടെ മുമ്പിൽ കാണിച്ച്. ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തോട് നമ്മൾ ആദ്യം വായിട്ടലക്കേണ്ടി വരത്തില്ല. എന്താ കാര്യം? ദൈവം ഇവരെ കാണുന്നുണ്ടല്ലോ, ഇവർ ചെയ്യണ കാര്യങ്ങൾ.
അതാണ് വിഷയം. കാര്യം ദൈവം ഇത് കാണുന്നുണ്ടല്ലോ ഇവർ ചെയ്യണ കാര്യങ്ങളെല്ലാം. ഇത്രയും തിഷ്ഠതയാണ് ഇവർ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഈ പ്രാർത്ഥനയുടെ എണ്ണം കുറക്കാൻ പറ്റും. ചില ആൾക്കാരൊക്കെ മനസ്സിലൊന്ന് വിചാരിച്ചാൽ മതി. കാര്യം ദൈവസ്നേഹം ഉള്ളവന് വിചാരം പോലും പ്രാർത്ഥനയായിട്ടാണ് മാറണത്. ഇപ്പം നമ്മൾ ഒരു ടൈം കഴിഞ്ഞാൽ ദൈവ തിരുസന്നിധി നമ്മൾ നല്ല നമുക്ക് തള്ളിക്കളയാൻ പറ്റിയ ഒരാളായിട്ട് മാറണം. ഒരു ടൈം കഴിഞ്ഞാൽ ദൈവത്തിന് തള്ളിക്കളയാൻ പറ്റാത്ത ഒരാളായിട്ട്, അതായത് ഈ ജെയ്മി അവസാനം പറയുന്നൊരു വാക്ക് ഞാനിവിടെ ചുവപ്പ് മഷി എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കണമെന്നറിയോ? ദൈവസന്നിധി കണ്ണുകൾ ഉയർത്തി നിൽക്കാൻ പറ്റാത്ത എന്തെങ്കിലും എന്നിലുണ്ടെങ്കിൽ അത് മാറ്റാൻ ഉടമ്പടി ജീവിതം എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന്. എന്നെ വർത്താനാ പറയണേ? എന്താ പറഞ്ഞിരിക്കണ അവർ? ദൈവസന്നിധിയിൽ കണ്ണുകൾ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ കണ്ണുകൾ ഉയർത്തി നിൽക്കാൻ പറ്റാത്ത എന്തെങ്കിലും നമ്മിലുണ്ടെങ്കിൽ അത് മാറ്റാൻ ഉടമ്പടി ജീവിതം നമ്മെ സഹായിക്കും. അപ്പൊ ഇത്രയും സ്കാൻ ചെയ്തിട്ടാണ് അവരിതിനെ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ഉടമ്പടി എന്താണ് അവർക്ക് നൽകിയതെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഒറ്റ വാക്ക് എന്താണ്? എനിക്ക് ദൈവ തിരുസന്നിധിയിലെ കണ്ണുകൾ ഉയർത്തി ധൈര്യത്തോടെ നിൽക്കാം. അതെന്നെ ധൈര്യത്തോടെ നിർത്തുന്നത് ആരാണ്? എൻ്റെ ഉടമ്പടി ജീവിതമാണ്. ദൈവ തിരുസന്നിധിയിൽ എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. ദൈവം തരികയോ തരാതിരിക്കുകയോ അത് ദൈവത്തിൻ്റെ വിഷയമാണ്. അതിലെനിക്ക് പ്രശ്നമല്ല. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ഒരു ആംബിയർ ഉണ്ട്. എന്താ കാര്യം? ഞാൻ ദൈവതിരുസന്നിധിയിൽ കണ്ണുകൊള്ളയെടുത്ത് നിൽക്കാനുള്ള ധൈര്യം എനിക്ക് തന്നത് ആരാണ്? എൻ്റെ ഉടമ്പടി ജീവിതമാണ്. അപ്പോൾ ഉടമ്പടി ജീവിതം എന്നാണ് അവർ പറയണത്. ഞാനൊരിക്കലും ഉടമ്പടി ജീവിതമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ജനങ്ങൾ അവരുടെ അനുഭവത്തിലൂടെ ഉടമ്പടി ജീവിതമെന്ന് പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞാനും ഉടമ്പടി ജീവിതമെന്ന് പറയാൻ തുടങ്ങിയത്. കാര്യം ഉടമ്പടി ഒരു ജീവിത രീതിയാണത്. ആ ഉടമ്പടി ജീവിതത്തിലൂടെ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന സംഭവം എന്താണ്? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കണ്ണുകൾ ഉയർത്തി നിൽക്കാൻ നമുക്ക് ആശങ്കയില്ലാതെ, സംശയമില്ലാതെ, ഞെട്ടുറപ്പോടുകൂടി നിൽക്കാൻ പറ്റും. കാര്യം എന്താണ്? അവരുടെ പ്രവർത്തനത്തിൻ്റെ രീതിയാണ്. കന്നഡയും ഇംഗ്ലീഷുകാരുടെ ഇംഗ്ലീഷും ഹിന്ദി അത്രയും ഭാഷയ്ക്ക് നൈപുണ്യം ഇല്ലെങ്കിൽ പോലും ആദ്യം പതർച്ചൊന്നും ഇല്ലാതെ കർത്താവിനെ സുവിശേഷ വേല. അപ്പോൾ ഇത് ചെയ്യണത് എന്താണ്? ഇത് ചെയ്യണത് ഇവർ 12 മണിക്കൂർ ജോലി കഴിഞ്ഞിട്ടാണ് ചെയ്യണത്. 12 മണിക്കൂർ ജോലിയുണ്ട് അവർക്ക് അവരുടെ ഓഫീസിൽ. അത് കഴിഞ്ഞിട്ടാണ് ഇവർ ചെയ്യണത്. അപ്പോഴവരുടെ മനസ്സിൽ കർത്താവിനോട് ഒരു ചിന്ത എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിത്തിരി സമയം കിട്ടുകയാണെങ്കിൽ എനിക്ക് ടെൻഷൻ ഇല്ലാതെ ജോലി ചെയ്യാവില്ല. അതാണ് പിന്നീട് അവർ ഈശോയോട് പറയണ ഒരു കാര്യം. എനിക്കിത്തിരി സമയം, ഇപ്പോൾ 12 മണിക്കൂർ ജോലി ചെയ്യണ്ടേ. തന്നെയല്ല വേറെ പ്രശ്നമുണ്ട്. എന്താണ്? ഈ ഒക്കുലർ മയോപ്പതി എന്നും പറഞ്ഞ രോഗമുണ്ട്. കണ്ണിൻ്റെ മസിൽ കടിക്കും. അപ്പം അത് കണ്ണിന്, അതുകൊണ്ട് ഈ കമ്പ്യൂട്ടർ നോക്കി കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ കണ്ണൊക്കെ വല്ലാത്ത രീതിയിൽ കണ്ണ് നിറയാനും മസിൽ പിടിക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ മസിൽ വെട്ടിക്കയറ്റെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അപ്പോൾ കണ്ണിൻ്റെ മസിൽ പിടിക്കും. അപ്പോൾ ആ രോഗമുള്ള ആളാണ് ഈ 12 മണിക്കൂർ ജോലി ചെയ്യണത്. ഈ ജോലിയുടെ ഇടയ്ക്കാണ് ഈ സുവിശേഷ വേലയ്ക്ക് പോണത്. അപ്പോൾ ഈശോയോട് മനസ്സിലൊന്ന് വിചാരിക്കും, എന്താണ്, എനിക്ക് ഇത്തിരി സമയം കൂടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി സമാധാനത്തിൽ പ്രേക്ഷിത വരെ ചെയ്യാൻ പറ്റുമല്ലോ എന്ന്. അവർ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. അവർക്ക് പ്രൊമോഷൻ്റെ സമയമൊന്നും ആയിട്ടില്ല. നിയമപരമായിട്ട് അവർക്ക് പ്രൊമോഷന് 3 കൊല്ലം കൂടി വേണം. പക്ഷേ എന്തു ചെയ്ത്, ആ മനസ്സിൽ വിചാരിച്ച ആ ആഴ്ച തന്നെ ഈശോ അവർക്ക് പ്രൊമോഷനും ശമ്പളവും കൂട്ടുകയാണ്. ഞാൻ ജെസ്സി, പൂനെയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ക്രിസ്ത്യനാണ്. എൻ്റെ ഹസ്ബൻഡ് ക്രിസ്ത്യനല്ല. എൻ്റെ ഹസ്ബൻഡ് കിഡ്നി ഫെയിലിയറായിട്ട് 2 വർഷമായിട്ട് പുള്ളിക്ക് ഡയാലിസിസാണ്.
അപ്പോൾ പുള്ളി ഡോക്ടറായതുകൊണ്ട് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനോ എല്ലാത്തിനും. അപ്പോൾ എൻ്റെ മോൾക്ക് ഒരു ADHD, അവൾ 28 വയസ്സുണ്ട്. അപ്പം ഞാൻ ഈ 2 പേരുടെയും കൂടി ട്രീറ്റ്മെൻറ്റിന് ഒത്തിരി ബുദ്ധിമുട്ടുമായിരുന്നു മാനേജ് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇതിലിങ്ങനെ അതിവിശ്വാസമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മോളിൽ കൃപാസനത്തെ പറ്റി പറഞ്ഞു. ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വരാൻ പറ്റില്ല, ഡയാലിസിസ് ഒക്കെ ഉള്ളതുകൊണ്ട് വരാൻ പറ്റില്ല. അത് ഒരു സെറ്റപ്പിൽ നിന്ന് മറ്റേ സെറ്റപ്പിലേക്ക് ഡയാലിസിസിന് പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളും അതിൻ്റെ കോംപ്ലിക്കേഷൻസും ഒക്കെ ഹസ്ബൻഡ് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പുള്ളിക്കും ഒട്ടും വരാനായിട്ടുള്ളതുണ്ടായില്ല. പക്ഷേ എനിക്ക് ഉടമ്പടി എടുത്ത് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ വല്ലാതെ സ്വപ്നത്തിലും ഈ കൃപാസനം വന്നു, അച്ഛനും വന്നു. അപ്പോൾ എനിക്ക് തോന്നി എനിക്കിവിടെ വരാൻ പറ്റും വേഗം തന്നെ. അപ്പോൾ ഞാൻ നമ്മൂട്ടിപ്പായി തന്നെ പ്രാർത്ഥിച്ചു. പിന്നെ കഴിഞ്ഞ മാസം പെട്ടെന്ന് ഇങ്ങനെ എന്നോട് മാതാവ് പറയുന്ന പോലെ തോന്നി, നീ ഇന്ന ആൾക്ക് ഫോൺ ചെയ്യൂ ഇതെല്ലാം. അപ്പം ഞാൻ അത് തോന്നുന്ന പോലെ തന്നെ ഫോൺ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ മാതാവിൻ്റെ കൃപയോടെ എല്ലാം അറേഞ്ച് ആയി കിട്ടി. അതില്ലെങ്കിൽ ഡയാലിസിസ് സ്ലോട്ട് കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് മാതാവ് പറഞ്ഞവർക്കെല്ലാം ഞാൻ ഫോൺ ചെയ്തു. അങ്ങനെ ഡയാലിസിസ് സ്ലോട്ട് ചെയ്തു. ഞാൻ ഈ 2 ദിവസം മുമ്പ് ഇവിടെ വന്നു. ഒരു കുഴപ്പമില്ലാതെ 2 ഡയാലിസിസും ഈ ലൂർദിൽ ചെയ്യുകയും ചെയ്തു. പിന്നെ ഈ ഹസ്ബൻഡിന് തന്നെ 7 വർഷമായിട്ട് പുള്ളിക്ക് കാലിൻ്റെ ഉള്ളനടിയിൽ ചൊറിച്ചിൽ എല്ലാ മരുന്നുകളും ചെയ്തു. 7 വർഷത്തിൽ കൂടുതൽ തന്നെയായി. അതിന് ആയുർവേദം, അലോപ്പതി എല്ലാം ചെയ്തിട്ട് മാറുന്നില്ലായിരുന്നു. പിന്നെ എൻ്റെ മോളിവിടെ വരാനിടയായി. അവൾ കുറേ ഈ നേർച്ച വസ്തുക്കളൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ കാലേ തേച്ചു. തേനും ഓയിലും ഉപ്പും തേച്ചതിനും ഇപ്പോൾ ഒരു 2% മാത്രമേ ഉള്ളൂ. 7 വർഷമായ രോഗം മാറിക്കിട്ടി. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഡയാലിസിസ് ഇപ്പോൾ 2 വർഷമായി. ഇന്ന് അച്ഛനെ കാണുവാനുള്ളൊരവസരം കിട്ടി. മാതാവിൻ്റെ അടുത്ത് വരാൻ പറ്റി. പിന്നെ എൻ്റെ മോളുമൊക്കെ അങ്ങനെയാണ്, ADHD ആണ്. അതുകൊണ്ട് അവൾക്കും ഈ അസുഖമൊക്കെ വരുമ്പോൾ എനിക്ക് 2 പേരെയും കൂടി മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. 2 വർഷമായിട്ട് പിന്നെ കാണാതെ പോയ സാധനം എനിക്ക്, ഞാൻ ഈ ഒരു കാശ് രൂപം ഞാൻ പോയി അന്വേഷിച്ച് നോക്കിയൊക്കെ വന്നിട്ട് കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഒരു ദിവസം ഞാൻ കാശ് രൂപം മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചൊന്ന് അന്വേഷിച്ചപ്പോൾ അത് തിരിച്ചു കിട്ടുകയും ചെയ്തു. അങ്ങനെ അത് എനിക്ക് അതിലൊത്തിരി വില പിടിച്ച സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷമായി അതിന്. പിന്നെ എൻ്റെ മോൾക്ക് ഞാനിങ്ങനെ ഹസ്ബൻഡ് ഈ കഴിഞ്ഞ ആഴ്ച ഇവിടെ വരുന്നതിന് മുമ്പാണ് ഭയങ്കര പനിയെന്ന് വെച്ചാൽ മരുന്നുകൊണ്ടൊന്നും മാറുന്നില്ലായിരുന്നു. 200, 100, 203 ഒക്കെ ഫീവർ ഉണ്ടായിരുന്നു. മരുന്ന് കൊടുത്തപ്പോൾ ഞാൻ ഹസ്ബൻഡിനെ ഡയാലിസിസിലിട്ടുണ്ട്. പുള്ളിയുടെ മോളെയും നോക്കിക്കൂടെ ഞാൻ കരയും മാതാവിനോട്. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ മാതാവ്, ഓൺലൈനിലാണെങ്കിൽ എന്താണ് ഉടമ്പടിയല്ലേ, എനിക്കെന്താ ഇങ്ങനെ ഓടാൻ പറ്റുന്നത്, ഞാനെല്ലാം ചെയ്യുന്നല്ലോ, മാതാവ് പറയുന്നിടത്തേക്കൊക്കെ ഞാൻ ഓടുന്നുണ്ടല്ലോ, പിന്നെ എന്താ ഇത്, എനിക്ക് മോൾക്കിടെ അസുഖം കൂടി കൊണ്ടുവന്നത് കുറയ്ക്കുന്നില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഏതായാലും ഞാൻ അവളുടെ നെറ്റിൽ ഓയിലൊക്കെ പുരട്ടി മരുന്ന് കൊണ്ടൊന്നും കുറവില്ലായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് പോയി, ഇനി ഞാൻ ഈ ഡയാലിസിസ് ഇന്ന് ചെല്ലുമ്പോൾ എൻ്റെ മോള് വന്ന് വാതിൽ തുറക്കണം. 2-3 ദിവസമായിട്ട് അവൾ എഴുന്നേറ്റിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ചെന്നപ്പോൾ അവൾ വാതിൽ തുറന്നു. അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഒട്ടും ഫീവറില്ല, മരുന്നും ഇല്ലാതെ തന്നെ അവൾ സുഖം പ്രാപിച്ചു. പിന്നെ ഞാൻ അക്രൈസ്തവരായിട്ടുള്ള 2-3 പേർക്ക് പത്രവും ഈ തൈലമൊക്കെ കൊടുത്തു. അവരുടെ മുട്ടിൻ്റെയും നടുവിൻ്റെയൊക്കെ ഒത്തിരി പഴക്കമുള്ള രോഗങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഇനി ഇവിടെ വരാൻ തന്നെ എന്നാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. ഇവിടെ വരാൻ കഴിഞ്ഞത് തന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇങ്ങനെ വരാൻ പറ്റും എന്നുള്ളത്. എൻ്റെ പേര് ജിഷ. ഞാൻ എറണാകുളം ജില്ലയിലെ അങ്കമാലിയിൽ നിന്ന് വരുന്നു. എനിക്ക് 3 മക്കളാണുള്ളത്. ഇപ്പോൾ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ 2ാമത്തെ കുഞ്ഞിന് വേണ്ടിയാണ്. 2019 ജനുവരി ഞാൻ മോനെ ഗർഭിണിയായിരിക്കുമ്പോൾ 8 ആഴ്ച വളർച്ചയുള്ളപ്പോൾ സ്കാൻ ചെയ്തു. അപ്പോൾ കുഞ്ഞിനൊരു കുഴപ്പമില്ലായിരുന്നു. കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ഹെവി ബ്ലീഡിങ് ഉണ്ടായി. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോയി വീണ്ടും സ്കാൻ ചെയ്തു. അപ്പോൾ ഹാർട്ട് ബീറ്റ് ഉണ്ട്, കുഴപ്പമില്ല, പക്ഷേ സൂക്ഷിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെയും ഇതുപോലെ 2 തവണ ബ്ലീഡിങ് ഉണ്ടായി. അവസാനമായിട്ട് മാർച്ച് 3-ാം തീയതിയാണ് വളരെ നല്ല രീതിയിലൊരു ബ്ലീഡിങ് ഉണ്ടായി. അപ്പോൾ എൻ്റെ അമ്മ മാർച്ച് 1-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. എൻ്റെ വീട്ടിൽ 3 മക്കളാണ്. ഞങ്ങൾ 3 മക്കൾക്കും വേണ്ടിയുള്ള നിയോഗങ്ങൾ അമ്മ ഇവിടെ വെച്ചിരുന്നു. 7-ാം തീയതി എന്നെ ഇവിടുത്തെ കാശ് രൂപം അമ്മ ധരിപ്പിച്ചു. അതിനുശേഷം എനിക്ക് ബ്ലീഡിങ് ഉണ്ടായില്ല. 2019 ഓഗസ്റ്റ് എനിക്ക് എൻ്റെ മോനെ ഒരു കുഴപ്പമില്ലാതെ പൂർണ്ണ ആരോഗ്യവാനായി തന്നെ ലഭിച്ചു. അതാണ് ആദ്യത്തെ അനുഗ്രഹം. ആ വർഷം തന്നെ മറ്റൊരു അനുഗ്രഹം കൂടി നൽകി
ഈ മാതാവിനെ അനുഗ്രഹിച്ചു. ഞാൻ UGC നെറ്റ് എൻ്റെ MCA കഴിഞ്ഞ കൊല്ലം തൊട്ട് എഴുതാറുണ്ടായിരുന്നു. ആകെ 5 തവണ എക്സാം എഴുതിയെങ്കിലും പാസ്സായില്ലായിരുന്നു. കാശുരൂപം ധരിച്ച് 2019 തന്നെ ഞാൻ വീണ്ടും എക്സാം എഴുതി. ഡിസംബറിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ UGC നെറ്റ് എക്സാം ഞാൻ പാസ്സായി. എനിക്ക് ഈ 2 അനുഗ്രഹങ്ങൾ തന്ന കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ സ്തുതി. എൻ്റെ പേര് ബേബി സെബാസ്റ്റ്യൻ. ഞാൻ എറണാകുളം ജില്ലയിലെ ഇടക്കൊച്ചിയിൽ നിന്ന് വരുന്നു. ഞാൻ 2017 ഒക്ടോബറിലാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. എന്നാൽ ഞാനിവിടെ 2014 മുതൽ 2020 ജനുവരി വരെ 1 മാസം പോലും മുടങ്ങാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ വന്ന് അമ്മ സന്നിധാനത്തിൽ പ്രാർത്ഥിക്കാനുള്ള വലിയ അനുഗ്രഹം അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. എനിക്കൊരുപാട് അനുഗ്രഹങ്ങൾ അമ്മ തന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, എൻ്റെ ഇളയ മകൾ ചെറിയൊരു പിടിവാശിക്കാരിയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അമ്മേ ചേച്ചിയുടെ പോലെ അമ്മ ആലോചിച്ചു കൊണ്ടുവന്ന കാര്യമൊന്നും ഞാൻ എടുക്കില്ല, ഞാൻ തന്നെ സ്വയം കണ്ടുപിടിക്കും, അത് എന്ത് ജാതിയാണെങ്കിലും അമ്മ എനിക്ക് നടത്തി തരണം, ചിലപ്പോൾ ഹിന്ദു ആയിരിക്കും, മുസ്ലിമിന് ഞാൻ കെട്ടൂല. അപ്പോൾ ഞാൻ ഒന്നും അവളോട് പറഞ്ഞില്ല. ഞാൻ പറയാം അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മേ എന്താണ് ഈ കേൾക്കണത്? ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധാൻ്റെ മുമ്പിൽ ക്രിസ്ത്യാനിയായിട്ട് മക്കൾ വളർത്താമെന്ന് പ്രതിജ്ഞ ചെയ്തല്ലേ അമ്മ, എന്തായതെന്ന് വെച്ച് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. ഉടനെ തന്നെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി നിയോഗം വെച്ചു. അമ്മേ, എൻ്റെ മകൾക്കൊരു ക്രിസ്ത്യാനി ചെറുക്കനെ കാണിച്ചു കൊടുക്കണേ, മദ്യപാനവും മറ്റ് ദോഷ സ്വഭാവങ്ങളുള്ള കുഞ്ഞാകരുതേ, നല്ലൊരു കുഞ്ഞിനെ എൻ്റെ മകൾക്ക് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഉടമ്പടി നിയോഗം വെച്ച് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് ചോദിച്ചു, അമ്മ എന്തിനു വേണ്ടിയ കൃപാസനത്തിൽ പോയതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ മകൾക്കൊരു ക്രിസ്ത്യാനി ചകനെ എൻ്റെ അമ്മ എനിക്ക് കാണിച്ചു തരണം, അതിനു വേണ്ടിയാണ് ഞാൻ പോയതെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട്, ഒരു ക്രിസ്ത്യാനി ചെക്കനെ എനിക്ക് ഉള്ളിൽ തോന്നിച്ചിട്ടുണ്ട്, ചിലപ്പോൾ അത് ശരിയാകുമെന്ന് പറഞ്ഞു. ഞാനത് ഇവിടെ വന്ന് ജോസഫ് അച്ഛനോട് പറഞ്ഞ് മോളെയും കൂട്ടി കൊണ്ടുവന്ന് അച്ഛനോട് കാര്യം പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിച്ച് അച്ഛൻ്റെ അനുവാദത്തോടെയും പ്രാർത്ഥനയോടെ ജനുവരി 20, 2020 മോളുടെ വിവാഹം മംഗളമായിട്ട് നടത്താൻ സാധിച്ചു. പിന്നെ അത് കഴിഞ്ഞ് മോള് ദുബായിലേക്ക് കഴിഞ്ഞ സെപ്റ്റംബറിൽ പോയപ്പോഴേക്കും മോള് തനിച്ചാണ് പോയത്. അപ്പോൾ എൻ്റെ അടുത്ത് നിന്നാണ് പോയത്. അപ്പോൾ ഞാൻ കുറച്ച് രൂപ കൊടുത്തിട്ടും അമ്മേനോട് പറഞ്ഞു, അമ്മേ എൻ്റെ മോള് തനിച്ചാണ് പോണത്, ഈ പൈസ തീരുന്നതിന് മുമ്പ് എൻ്റെ മോൾക്ക് ഒരു ജോലി കൊടുക്കണം, പൈസ ഇല്ലാതെ എൻ്റെ മോള് വിഷമിക്കരുതെന്ന് പറഞ്ഞു. അവൾ ഇൻ്റർവ്യൂ ഒന്നും എടുക്കാതെ പോയത്. അവിടെ ചെന്ന് ആപ്ലിക്കേഷൻ അയച്ചു, ഇൻ്റർവ്യൂ എടുത്ത് 3 ദിവസത്തിനുള്ളിൽ അവൾക്ക് ജോലി കിട്ടി. ഒരാഴ്ചക്കുള്ളിൽ ജോലി കയറി, ഒരു ബുദ്ധിമുട്ടില്ലാതെ അവൾക്ക് ജോലി ചെയ്ത് സന്തോഷമായിട്ട് അവൾ ജീവിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് ആയപ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര ടെൻഷനും ബുദ്ധിമുട്ടുമായിരുന്നു. ഭയങ്കര തലവേദന, ഛർദിൽ, എല്ലാ ദിവസവും എന്നെ വിളിച്ച് കരച്ചിലാണ്. അമ്മ എനിക്ക് പറ്റണില്ല, അമ്മ എനിക്ക് ഭയങ്കര തലവേദന, എനിക്ക് ഡിപ്രഷൻ പോലെയൊക്കെ തോന്നുന്നു, ഞാൻ എന്ത് ചെയ്യും, ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ദിവസവും കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോള് കൃപാസന അമ്മയോട് ഉടമ്പടി പ്രാർത്ഥിക്കുക. അപ്പോൾ അവളോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്നും കരച്ചിലായിരുന്നു, ജോലിക്കും പോകാൻ പറ്റുന്നില്ല. ഞാനപ്പോൾ എൻ്റെ നെറ്റിയിൽ ഉടമ്പടി തൈലം പുരട്ടി ഞാൻ, എൻ്റെ അമ്മേ സഞ്ചാരി മാതാവേ, എൻ്റെ മോളുടെ നെറ്റിയിലാണ് ഞാനിത് പുരട്ടിയേക്കുന്നത് എന്ന് വിശ്വാസത്തിൽ ഞാൻ അമ്മയോട് പറയണ്. എൻ്റെ അമ്മ മോളുടെ അടുത്ത് ചെന്ന് മോളുടെ തലവേദനയും ഛർദിലും എല്ലാം മാറ്റി മോൾക്ക് ഉറക്കം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മോള് പറഞ്ഞു, അമ്മ ഇപ്പം ഞാൻ ഓക്കെയാണ്, ഇപ്പം ഞാൻ ഹെൽത്തി പ്രശ്നമില്ല, എനിക്കിഞ്ഞൊരു ജോലി ശരിയായാൽ മതി എന്ന് പറഞ്ഞു. അന്ന് തന്നെ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞ്, അമ്മ എൻ്റെ ജോലി ഓക്കെ ആയി. അപ്പം ഞാൻ പറഞ്ഞു, മോൻ കൃപാസന അമ്മയാണ് അവിടെ വന്ന് ഇതെല്ലാം നടത്തി തന്നത്, അമ്മയ്ക്ക് നന്ദി പറയണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേ നേർന്നിട്ടുണ്ടായി, ഞാൻ എൻ്റെ മോൾക്ക് ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ നന്ദി പറഞ്ഞുകൊള്ളാമെന്ന്. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നു. പക്ഷേ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ കുറച്ച് നാളായിട്ട്. എനിക്ക് ഒത്തിരി വർഷമായിട്ട് ഡിസ്കിന് നടുവേദനയുണ്ട്. പക്ഷെ ഞാനത് ഉടമ്പടി തൈലം പുരട്ടി തേൻ കഴിച്ച് അങ്ങനെയൊക്കെ അങ്ങ് നടന്നു പോകുമായിരുന്നു. മരുന്നൊന്നും പ്രത്യേകിച്ച് കഴിക്കില്ല,
ചിലപ്പോഴൊക്കെ തീരെ നിവൃത്തിയില്ലാണ്ട് വരുമ്പോഴത്തേക്കും ആയുർവേദം കഴിക്കും, കുറയുമില്ല, പിന്നെ അങ്ങനെ പോകും. അപ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വന്ന് മെഡിക്കൽ സ്റ്റേജിൽ ചെന്ന് അപ്പോൾ എക്സ്റേ എടുത്തപ്പോഴത്തേക്കും ഡിസ്കിന് എക്സ്റേ എടുത്തപ്പോൾ തേയ്മാനം ഉണ്ടെന്ന് പറഞ്ഞു ഡിസ്കിന്. അത് കഴിഞ്ഞ് MRI എടുത്തപ്പോഴത്തേക്കും കംപ്ലീറ്റ് ഡാമേജാണ് ഞരമ്പുകൾ. ഡിസ്കിൽ ഞരമ്പ് ബൾജ് ചെയ്ത് നിൽക്കണേണ്. എന്നിട്ട് ബെൽറ്റ് ഇട്ടിട്ട് പറഞ്ഞ് ഇനി ജീവിതകാലം മുഴുവനും ഈ ബെൽറ്റ് ഉപയോഗിക്കേണ്ടി വരും, പിന്നെ ഇനി കുമ്പിടാമെന്ന് വിചാരിക്കണ്ട, ഇനി ജീവിതകാലം മുഴുവനും കുമ്പിടാതെ ഭാരമൊന്നും എടുക്കാതെ സുഖജീവിതം കഴിച്ചാൽ മതി, ഭക്ഷണം കഴിക്കുക, കിടക്കുക, അതേ ഇനി പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ എനിക്ക് യാതൊരു ടെൻഷനുണ്ടായിരുന്നില്ല. MRI ചെയ്യാൻ കയറ്റിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടന്ന്, അമ്മയുടെ നീല അങ്കി കൊണ്ട് എന്നെ പൊതിയണേ, എനിക്ക് ഓപ്പറേഷൻ